ഇപ്പോൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുപോയി. കാരണം അന്നത്തെ ആ കടകളൊക്കെ നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത നമ്മളുടെ കുട്ടിക്കാലത്ത് അല്ലേ ഒരു നൊസ്റ്റാൾജിയാണ് അതൊക്കെ. അതേപോലെ ഇനിയും കുറച്ചും കൂടി കടകളുണ്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത. കാരണം മുക്കിലംസൊക്കെ പോലെയുള്ള ആൾക്കാർ അവരെയും കൂടി ഒന്ന് ശശിയേട്ടൻ, കാരണം ശശിയേട്ടൻ അതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. ശരിയാ, ഞാൻ കുറച്ച് കടകൾ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയാം, ഒരിക്കലും കഴിയും. നമ്മുടെ ചിന്നപ്പേട്ടന് ഉണ്ണിരാമാഷ്ട ഏട്ടൊരു ചിന്നപ്പേട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചിന്നപ്പേട്ടനാണ് വിളിക്കുക. ചിന്നപ്പണിക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ചിന്നപ്പേട്ട വെച്ചാൽ അപ്പുറത്ത് എൻ്റെ ജ്യേഷ്ഠൻ കച്ചവടം ചെയ്തിരുന്നല്ലോ, അനിയൻ ഷാജൻ. മൂപ്പര് വിളിച്ചിരുന്ന രീതിക്കാണ് ഞാൻ പിന്നെ ചിന്നപ്പേട്ടാന്ന് വിളിച്ചിരുന്നത്. നമ്മുടെ പിള്ളച്ചേട്ടൻ്റെ വരുമാനമാണ്, വർഷപ്പിള്ളയുടെ വരുമാനമാണ്. അദ്ദേഹത്തിന് ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ഷോപ്പുണ്ടായിരുന്നു. അതുപോലെ വേറെ പറഞ്ഞേ പിന്നെ അത് ഒരുപാട് കാലം. പിന്നെ മുപ്പര് പിന്നെ ഇത് ഷൂട്ട് ഈ നായാട്ടിൻ്റെ ആളാണ്. ബാലൻ മാഷ്, ചിന്നപ്പേട്ടൻ, പിന്നെ മാണിക്കുഞ്ഞേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഒരു ഈ നായാട്ടിന്റെ ആൾക്കാരുണ്ട്. കുഞ്ചുണ്ണി, നമ്മുടെ പങ്ങന്തൊടി കുഞ്ചുണ്ണി, കുറെ പേരുണ്ട്. അതിനൊരു കാരണം ഈ ബാലമാഷ അതിൻ്റെ ഒരു താല്പര്യമുള്ള ആളായിരുന്നു, ഈ ജി. അപ്പോൾ പിന്നെ അതുണ്ട്. അതുപോലെ അപ്പുറത്ത് നമ്മുടെ കൃഷ്ണൻകുട്ടി മൂത്ത, നമ്മുടെ ശങ്കരന്റെ ഒക്കെ സുബ്രഹ്മണ്യന്റെ ഒക്കെ ഫാദർ, അവർക്ക് ആ വീടും കടയും ഉണ്ടായിരുന്നു അവിടെ അല്ലേ? വീടും ഉണ്ടായിരുന്നു, കട, മോരുമള്ളവും പിന്നെ മിഠായി. എനിക്ക് വേറെ ഓർമ്മയുള്ളതേ, ഒരു പന്തളംകാരൻ ചേട്ടനെ, നമ്മുടെ ഉണ്ണുണ്ണിച്ചേട്ടനാണ് നമ്മുടെ പിന്നെ തോടം ഉണ്ണിച്ചാന്റെ ഇവിടെ താമസിക്കില്ല വളവില്. അവിടെ ഒരു പന്തളംകാരൻ ചേട്ടനാണ്. ഐക്കഷ് സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ശരിയല്ലേ, ഓർക്കുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മകൻ എന്റെ കൂടെ പഠിച്ചതാ 6ാം ക്ലാസ്സിൽ. പിന്നെ എനിക്കറിയില്ല അവരിവിടുന്ന് പിന്നെ തിരിച്ചു പോവുക അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിപ്പോ ഇതിന്റെ ഓർമ്മയിൽ കടന്നു വന്നാ. അത് പറയുമ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ പിന്നെ ഇടയ്ക്ക് പിന്നെ മുസ്ലിം പള്ളിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു മദ്രസ കെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മദ്രസ കെട്ടി അവിടെ ഇപ്പൊ നമ്മളപ്പോ ടൈൽസ് കട നിൽക്കുന്നത് തിരുവൽപ്പാടിന്റെ വീട്ടിൽ കയറി പോണതിന്റെ തൊട്ടിപ്പുറത്ത്. അതായത് പോസ്റ്റ് ഓഫീസ് അതിന്റെ അവിടെ തിരുവൽപ്പാടിന്റെ ഘട്ടത്തിലായിരുന്നു വർഷങ്ങളോളം. അതിന് പോസ്റ്റ് ഓഫീസ് എവിടെ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നമ്മുടെ ഡിപ്റ്റർ ഉണ്ണിയായിട്ടൊക്കെ താമസിക്കുന്നില്ലേ, ആ ഭാഗത്തായിട്ട് താഴത്ത് പോസ്റ്റ് ഓഫീസ് ചെറുപ്പത്തിൽ അവിടെ വർക്ക് ചെയ്തായിട്ട് ഓർമ്മ വരുന്നു. ബോർഡൊക്കെ എനിക്ക് അതുപോലെ അന്ന് താഴെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇടാൻ പറ്റുന്ന ഒരു ബോക്സുകൾ ഇപ്പോഴും ആ ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ബോക്സ് എവിടെ കണ്ടിട്ടുണ്ടോ? സൈഡില് പണ്ട് അവിടെ ഫ്രണ്ടിൽ ഒരു തൂണുണ്ടായിരുന്നു, ആ തൂണിലാ തൂക്കിയിട്ട് രാവിലെ 10:30 ഒരു എടുക്കും, തുറക്കും, പിന്നെ 3:30 തുറക്കും. റേഷൻ കട കുഞ്ഞാപ്പുക്ക റേഷൻ കട അവിടെ അതിലായിരുന്നല്ലോ. രാമശേട്ടൻ കരിമ്പുഴ, അദ്ദേഹം ഭയങ്കര രസമാണല്ലോ അവിടെ. ഉറക്ക പേര് വിളിക്കും, എന്നിട്ട് ചെറുതായിട്ട് എന്താ കടകൾ. ഏകദേശം അന്നത്തെ കടകള് പൂർണ്ണമായി എനിക്ക് തോന്നുന്നു. പിന്നെ അന്നത്തെ രീതികൾ ഞാൻ പറയട്ടെ, അന്ന് സഞ്ചിയായിട്ടൊരു സാധനത്തിന് പോവുക. ഇന്നത്തെ മാതിരി കിറ്റില് കിട്ടില്ല. സഞ്ചിയിൽ പോയി സാധനം മേടിച്ച്, അതുപോലെ എണ്ണ വാങ്ങാൻ കുപ്പിയും കൊണ്ടു പോവാം. നല്ലെണ്ണയ്ക്ക്, കടലെണ്ണയ്ക്ക്, വെളിച്ചെണ്ണയ്ക്ക് 3 കുപ്പി ഉണ്ടാവും. 3 എണ്ണ മേടിക്കും. അതുപോലെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പുറത്തിങ്ങനെ തൂക്കിയിട്ട് നമ്മളിങ്ങനെ നടന്നൊരു വരവാണ്. അങ്ങനെയാണ്. പിന്നീട് അതൊക്കെ മാറി. പിന്നീടാണ് ബിഗ് ഷോപ്പർ വന്നതും സംഭവങ്ങളൊക്കെ വന്നതൊക്കെയാണ്. അന്ന് സഞ്ചിയാണ്, സഞ്ചി വിൽപ്പന ചരക്കാണ് കടകളില്. എനിക്കറിയാം, എന്റെ അച്ഛന്റെ കടയില് വിവിധ തരം ചാക്കിന്റെ ഉള്ള സഞ്ചികളായിരുന്നു അതൊക്കെ തൂക്കിയിട്ട്. അപ്പൊ ആ ഒരു കൾച്ചർ മാറി. പിന്നെ അത് അന്ന് തേക്കിന്റെ അന്ന് പറഞ്ഞ കടലാസിൽ പൊതിയുന്ന പോലെ തന്നെ തേക്കലയില് മീൻ, ഉണക്കമീൻ മുഴുവൻ പൊതിഞ്ഞ തേക്കലയിലാണ്. അല്ലാത്ത ഈ പച്ചക്കറി പൊതിഞ്ഞ തേക്കലയിലാണ്. തേക്കല പൊതിഞ്ഞിട്ട് കെട്ടണ്ട, അതിങ്ങനെ ഒരു കുത്താണ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് കടലാസിന്റെ, പിന്നെയാണ് കടലാസിന്റെ പാക്കറ്റിന്റെ. അതാ ബാലേട്ടനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കെട്ടണേ. മത്തകുഞ്ഞിന്റെ സ്ക്വയർ ആയിരിക്കും കെട്ട്. എത്ര വൃത്തിയായിരിക്കും കെട്ട് അല്ലേ? അല്ല, ഞാൻ ശീലിച്ചിട്ടാ കെട്ട്. ഞാൻ അച്ഛന്റെ കട നിൽക്കുമ്പോ ഞാൻ ശീലിച്ചിട്ടുണ്ടാക്കി. അതുപോലെ പിന്നെ അച്ഛൻ തന്നെ അന്ന് ഒരു ബേബി എന്ന് പറഞ്ഞ സഹായി ഉണ്ടായിരുന്നു അച്ഛന്. അത് അവിടെ നിന്ന് കൊണ്ടുവന്നല്ല. അന്ന് തന്നെ ഈ ഇതുണ്ടാക്കാൻ, ഈ കൂടുണ്ടാക്കാൻ പഠിപ്പിച്ചു. ആ കൂട് ഇങ്ങനെ 2 കൂടെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് നല്ല കൂടായിരിക്കും. ആ കൂട് അത് പത്രത്തിന്റെ കടലാസും ഉണ്ട്, പത്രത്തിന്റെ കടലാസും ഉണ്ട്. ഈ ബാലേട്ടൻ എത്ര തൂക്കിയാലും ഏത് സാധനം വേണ്ട, ആ മൂപ്പര് ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആയിരിക്കും കൊള്ളു. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഭംഗിയാണല്ലേ, ചതുരത്തിലുള്ള കെട്ട്.
അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് അന്ന് മറ്റേ ചൂടിക്കാരാ കേട്ടുമ്പോ രസമുണ്ടാവും. ചിലപ്പോ നമ്മള് വീട്ടിലേക്ക് അതല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അന്ന് ഈ പോയിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞ മാതിരി ബെല്ലും പൊട്ടുകടലേ അതൊരു വലിയ ടേസ്റ്റി സാധനം. ഇപ്പോഴും ടേസ്റ്റിയാ. ഇപ്പോഴും അതെ. ഇപ്പോഴത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. ബേക്കറി പോയി ബെല്ലവും പൊട്ടുകടലയും കൂടെ കഴിക്കാനുള്ള പൊട്ടുകടല വായിലിട്ട് ഒരു പൊടി ഇവിടെ പറ്റും, തൊണ്ടേ പറ്റും. പിന്നെന്താ എന്നിട്ട് പിന്നെ ആ ബെല്ലവും കൂടെ കഴിക്കുമ്പോഴത്തേന് വായിൽ വെള്ളം വന്ന് നനഞ്ഞു. പിന്നെ അതുപോലെ ഇപ്പൊ അവർക്കുണ്ട്. അപ്പൊ അന്ന് മുതുകുറിശി പ്രദേശത്ത് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ്. അവർ വരുമ്പോൾ ഈ മാങ്ങ പറിച്ചു കൊടുക്കും. അവിടെ മാങ്ങ ഇഷ്ടംപോലെ മാങ്ങ പറിച്ച് പോക്കറ്റ് ഇട്ട് വരിക. എന്നിട്ട് ഇവിടുന്ന് കല്ലെ തല്ലി പൊട്ടിക്കും. എന്നിട്ട് മെല്ലെ ചുളിഞ്ഞു പോവാണ്. അവിടെ മത്തൻകുഞ്ഞേന്റെ ഉപ്പുപൊട്ടി ഏത് സമയത്തും തുറക്കാറ്. ചുറ്റിപ്പറ്റി നിന്നിട്ട് അതൊന്നൊരു പൊടി തുറക്കാം. മുമ്പ് ചീത്ത പറഞ്ഞാണ്, അന്ന ചീത്ത പറയും. ചുറ്റിപ്പറ്റി നിന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ലേശം ഉപ്പെടുത്തിട്ട് ഇവിടെ വന്നിട്ടൊരു തിന്നലുണ്ട് അല്ലേ? ഇന്റർവെല് സമയത്ത് അതൊക്കെ ഒരു രസമാണ്. ആ ഇന്റർവെല് സമയത്താണ് നടത്തുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് സമയമില്ല. ഒരുപാട് പേര് ചോറ് കൊണ്ടുവന്നേരാം. ഫുൾ നമ്മുടെ ഈ ഷിഫ്റ്റ് മാറിയ ശേഷം എനിക്ക് നടന്ന് ഇവിടെ വന്ന് ഊണ് കഴിച്ചിട്ട് പോകണം. വീട്ടിൽ നിന്ന് അതുകൊണ്ട് അങ്ങോട്ട് പോകും. പക്ഷെ മറ്റവരങ്ങല്ല, മറ്റവരുടെ ഊണും കഴിച്ചിട്ട് അവർ കളിക്കാൻ നിൽക്കും. അത് കളികളെ കുറിച്ച് ഓർക്കുണ്ടോ? കിളിത്തട്ട് കളി, പിന്നെ ആട്ടക്കളം, പിന്നെ കോട്ടികളി, കിസേപ്പി, പമ്പരം. പിന്നെ ഈ ആട്ടക്കളം ഒരു സമയത്ത് ദേശം സ്കൂളിൽ ഭയങ്കരമായിരുന്നു. APSCs ആ ടീമെല്ലാം കൂടെ ആട്ടക്കളം ഭയങ്കരമായിരുന്നു. മരിച്ചുപോയ തോമസ് വർഗീസ്, ജോസ് അല്ലേ, ഓർമ്മയുണ്ടോ? പിന്നെന്താ നമ്മളൊക്കെ സ്ഥിരം കളി അതല്ലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ സ്കൂൾ ഗ്രൗണ്ട് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടായതുകൊണ്ട്. അതെ അതെ, അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ പറയാം, ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇറക്കങ്കൽ കഴിഞ്ഞാൽ ഇടയ്ക്കൽ ഒന്നുമില്ല. അന്ന് മുരിങ്ങയ്ക്ക് തണ്ടു വരുമ്പോ ഇറക്കങ്കലിന് മറ്റവരുടെ വീട്ടുപേരാണ്. മറ്റേ ദേവദാസന്റെ ഒക്കെ അവരുടെ ഒക്കെ വീട്ടുപേരാണ്. മുരിങ്ങ എനിക്ക് തണ്ടു വരുമ്പാണ്. രണ്ട് സൈഡും പാടമാണ്. അതിപ്പോ നെല്ലിക്കുന്നിലേക്ക് റോഡ് കൊണ്ടിപ്പോ എന്താ അതാ പറയുക, ഇന്ന് തച്ചമ്പാറയിൽ എന്തെല്ലാം സൗകര്യങ്ങൾ, എല്ലാ വീടുകൾക്കും വണ്ടി എത്തുന്ന രൂപത്തിലേക്ക്. ശശിയേട്ടൻ പറഞ്ഞപ്പോ നമ്മളെ ഇന്നിപ്പോ ആ കാണുന്ന അവിടെയൊക്കെ പണ്ട് കൃഷിയായിരുന്നു, കൃഷി സ്ഥലമായിരുന്നു. ഇന്നിപ്പോ അവിടെയൊക്കെ മാറി നമുക്ക് ആ കൃഷി പറഞ്ഞത് അന്ന് ഈ കാഞ്ഞിപ്പുഴ വരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇവിടെ തന്നെ വെള്ളത്തിനെ ആശ്രയിച്ച് പഴയ കൃഷി രീതികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് ശശിയേട്ടൻ പറയാം. വിളകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിക്കാം. അത് എനിക്ക് നോക്കേണ്ടി വരും. അത് വിത്തുകളുടെ പേരൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റും. അതായത് അത് അങ്ങനെ ഓർമ്മിച്ച് പറയുന്നതല്ല. അവിടുത്തെ കൃഷി ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. എങ്ങനെയാ വെച്ചാല് മറ്റേ അന്ന് പോത്തിനെ വെച്ചാൽ പൂട്ടുക. ട്രാക്ടറൊന്നും ഇല്ല. നമ്മുടെ ഇപ്പോഴും ട്രാക്ടർ ഇല്ല, ഇവിടെ ഇറങ്ങുന്നില്ല. പോത്തിനെ വെച്ച് പൂട്ടിട്ട് ആ നിരത്തുന്ന ഒരു മെയ്യഭ്യാസം ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ തടിയിലാണ്, ആ പറയത്തടിയിലാണ് കയറി നിന്നിട്ട് വടി കൊണ്ട് അടിക്കുള്ളൂ. പിടുത്തം പോലും ഇല്ല. അവൻ വീടില്ല, അയാള് ഓടുന്നവൻ. എന്നിട്ട് ആ പാടം ഇങ്ങനെ നിരത്തിയിട്ട് വെള്ളം വലിഞ്ഞു കഴിയുമ്പോ അതിൽ നീർക്കോലി പോയ വഴി ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ?